ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എൻഡോക്രൈനൽ ഡിസോർഡറിൻ്റെ പൊതു അവസ്ഥകൾ നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ എൻഡോക്രൈനൽ ഡിസോർഡറിൻ്റെ തുടർച്ചകൾ ആണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ ക്ലിനിക്കിൽ ഇപ്പോൾ ഒരു തൈറോയ്ഡ് ഡിസോർഡറോ ഇല്ല എന്നുണ്ടെങ്കിൽ ഓവേറിയൻ ഡിസോർഡറുകളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു എൻഡോക്രൈനൽ അനാലിസിസ് അല്ലെങ്കിൽ ഹോർമോണൽ അനാലിസിസിലേക്ക് എത്തുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഓവറിയുടെ മാത്രം ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പറയുന്ന എൻഡോക്രൈനൽ ഡിസോർഡറുകളിൽ ഇതിൻ്റെ മാസ്റ്റർ കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറ് തന്നെയാണ്. തലച്ചോറിനുള്ളിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹൈപ്പോതാലമസ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ ഡിജിറ്റൽ സെൻസറാണ് നമ്മളുടെ എൻഡോക്രൈനലായിട്ടുള്ള അല്ലെങ്കിൽ ഹോർമോണലായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഫംഗ്ഷനുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം കൺവീനർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന് പറയുന്ന പോലെ ഹൈപ്പോതാലമസ് വളരെയധികം സെൻസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മളുടെ ഓരോ അന്തസ്രാവ ഗ്രന്ഥിയും അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളും നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള രീതിയിലുള്ള ധർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഹൈപ്പോതാലമസിൽ നിന്നും ഹൈപ്പോതാലമസിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, നിങ്ങൾക്കറിയാം ഹൈപ്പോതാലമസിന് തൊട്ട് താഴെയായിട്ട് ഒപ്റ്റിക് കയാസ്മയുടെ അടുത്തായിട്ട് പിറ്റ്യൂട്ടറി ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നു. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇതിൽ ആൻറ്റീരിയർ ലോബുണ്ട്, പോസ്റ്റീരിയർ ലോബുണ്ട്. ഇതിൽ പോസ്റ്റീരിയർ ലോബിൽ സെക്രീറ്റ് ചെയ്യുന്ന രണ്ട് ഹോർമോണുകളാണ്. ഒന്ന് ഓക്സിറ്റോസിനും അതേപോലെ ആൻറ്റിഡയബറ്റിക് ഹോർമോൺസും. ഇനി നമ്മൾ നേരെ ആൻറ്റീരിയർ ലോബിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാം, ഒന്നാമത്തെ ഹോർമോൺ തന്നെ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് TSH എന്ന് പറയുന്ന ഹോർമോൺ. പിന്നീട് നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അഡ്രീനൽ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺസ്. പിന്നെ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഈ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസും ലൂട്ടിനൈസിങ് ഹോർമോണും. പിന്നീട് നമ്മളുടെ പൊതുവേ ഉള്ള വളർച്ചയെ സഹായിക്കുന്ന ഗ്രോത്ത് ഹോർമോൺസ്. പിന്നീട് വരുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊലാക്റ്റിൻ. പിന്നീട് നമ്മളുടെ പൊതുവേ ഉള്ള വേദനയും മറ്റു വികാരങ്ങളെയെല്ലാം സഹായിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള എൻഡോർഫിൻസ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും ഏകദേശം 8ഓളം വരുന്ന ഹോർമോണുകളാണ് നമ്മളുടെ മറ്റ് അന്തസ്രാവ ഗ്രന്ഥികൾ, അതായത് എൻഡോക്രൈനൽ ഗ്ലാൻഡുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഇതിനെല്ലാം മാറി നിന്നുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു രോഗത്തെ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഇനി ഇപ്പോൾ പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നമ്മൾ പറഞ്ഞു. ഇനി പിറ്റ്യൂട്ടറിയുടെ സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ ഓർഡർ അനുസരിച്ച് ഏതൊക്കെ അന്തസ്രാവ ഗ്രന്ഥികളാണ് നമ്മൾക്കുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പിറ്റ്യൂട്ടറിയിൽ നിന്നും വരുന്ന സിഗ്നലുകൾ, അത് നമ്മളുടെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ തന്നെ ഉള്ള പാരാതൈറോയ്ഡ് ഗ്ലാൻഡുകൾ. പിന്നീട് അഡ്രീനൽ ഗ്രന്ഥി, അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രീനൽ മെഡുല്ല. നെക്സ്റ്റ് വരുന്നത് പാൻക്രിയാസിന്റെ രണ്ട് ധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം, എക്സോക്രൈനും എൻഡോക്രൈനും ഫംഗ്ഷനുകളും നിങ്ങൾക്കറിയാം. പിന്നീട് ആണുങ്ങളിലാണെങ്കിൽ ടെസ്റ്റിസിലും ടെസ്റ്റോസ്റ്ററോൺ, സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഓവറീസിൽ ഉള്ള ആക്ഷൻ. ഈ പറയുന്ന തൈറോയ്ഡ്, പാരാതൈറോയ്ഡ്, ദെൻ പാൻക്രിയാസ്, ദെൻ അഡ്രീനൽസ്, ദെൻ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അപ്പോൾ ഈ പറയുന്ന ഗ്ലാൻഡുകളാണ് നമ്മളുടെ എൻഡോക്രൈനൽ അനാലിസിസിന് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി
നമ്മൾ തിയറി പലതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾക്കറിയാം. എങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ എൻഡോക്രൈനോളജിയാണ്. അതായത് എൻഡോക്രൈനൽ ഡിസോർഡറുകൾ പല രൂപത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ ക്ലിനിക്കിലും അതേപോലെ തന്നെ പൊതുവെയും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗങ്ങളാണ് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ. അപ്പോൾ തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പറയുമ്പോൾ തന്നെ എന്താണ് ഒരു തൈറോയ്ഡ് ഗ്രന്ഥി അഥവാ തൈറോയ്ഡ് ഗ്ലാൻഡ്, അതേപോലെ തന്നെ ഏതൊക്കെ ഹോർമോണുകളാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്, അതേപോലെ തൈറോയ്ഡ് ഗ്രന്ഥി ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള അയഡിന് എന്തൊക്കെയാണ് അതിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മങ്ങൾ, ഇനി ഏതൊക്കെ രീതിയിലുള്ള തൈറോയ്ഡ് ഡിസോർഡറുകളാണ് പൊതുവെ നമ്മളുടെ ക്ലിനിക്കിൽ കണ്ടുവരുന്നത് എന്നുള്ളത് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്ന അന്തസ്രവ ഗ്രന്ഥിക്ക് സാധാരണഗതിയിൽ എന്തുകൊണ്ട് ഇത്രയും പ്രാധാന്യം വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ആദ്യമായിട്ടൊന്ന് പറയാം. ഇവിടെ നമ്മൾ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അതിലുള്ള ഓരോ കോശങ്ങളെയും ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ആവശ്യപ്പെടുന്നത് ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ സെല്ലുലാർ ലെവലിലേക്ക് നമ്മളൊന്ന് മാറണം എന്നുള്ളതാണ്. ആ സെല്ലുലാർ ലെവൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബ്രെയിൻ ആവാം, എൻ്റെ കണ്ണുകളാവാം, എൻ്റെ ഹൃദയമാവാം, എൻ്റെ കിഡ്നി ആവാം, മാംസമാവാം, എല്ലുകളാവാം, ഏതാണെങ്കിലും ഒരു സെല്ലുലാർ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ആ സെല്ലിൻ്റെതായിട്ടുള്ള യഥാർത്ഥ ധർമ്മം നിർവഹിക്കുമ്പോൾ മാത്രമാണ് അത് തലച്ചോറും കണ്ണും ഹൃദയവും കിഡ്നിയും ലങ്സും ലിവറും എല്ലാം ആകുന്നത്. അപ്പോൾ കൂട്ടായ സെല്ലുലാർ ആക്ടിവിറ്റി, അതിന് ആ സെല്ലുകൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജം, നമ്മൾക്ക് വണ്ടി ഓടണമെന്നുണ്ടെങ്കിൽ പെട്രോൾ വേണമെന്ന് പറയുന്ന അല്ലെ ഡീസൽ വേണമെന്ന് പറയുന്ന പോലെ തന്നെ ഓരോ കോശത്തിൻ്റെയും ഊർജത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഊർജത്തിൻ്റെ തോത് നിർണ്ണയിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ അതിനു വേണ്ട ഊർജം നൽകുന്നതിന് ആ കോശത്തിനെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നതിനുള്ള ഒന്നാമത്തെ ഹോർമോൺ അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോണുകൾ. അതിൽ തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ള പ്രാധാന്യവും അതുതന്നെയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകൾ എന്തൊക്കെയാണ്, ഇനി ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിൻ്റെ ധർമ്മങ്ങൾ, അതിൻ്റെ പോരായ്മകൾ, അതിൽ കൂടുതൽ കുറവുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നന്ദി, നമസ്കാരം.